ഹലോ ഫ്രണ്ട്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പിന്നീട് നമ്മുടെ റെഗുലർ കസ്റ്റമറായ ഒരു ബ്രൈഡിൻ്റെ കഥയാണ് ക്ലോത്ത് ഹൗസിൽ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം അവർ ഷോപ്പിൽ വന്നു, പർച്ചേസ് ചെയ്തു, അവർ പിന്നെയും വന്നു. അങ്ങനെ നോർമലി അവർ എന്താ പറയുക, നമ്മുടെ ഒരു ക്ലോത്ത് ഹൗസിൻ്റെ ഭാഗമായി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ ക്ലോത്ത് ഹൗസുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് ടൈം അവർ ഷോപ്പിൽ വന്ന സമയത്ത് അവരുടെ മകളുടെ മാരേജ് റിസപ്ഷന് വേണ്ടിയിട്ട് ഒരു നല്ല ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് വരികയുണ്ടായത്. അതും ഇവിടുന്ന് ഉമ്മ തന്നെ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തു. അവർ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, ഡയബിൾ മെറ്റീരിയലാണ്, നല്ല ഹെവി ആയിട്ടുള്ള വിസ്കോസ് നാച്ചുറൽ ക്രേപ്പിൽ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള വർക്ക്. കണ്ടില്ലേ, ഒറിജിനൽ ബീഡാണ് വരുന്നത്. ഇതാ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇതാ ഒരു ഹെവി ബോർഡറാണ് വരുന്നത്. കണ്ടോ, ഒരു ഹെവി ഈ ഒരു ഫ്ലവർ ടൈപ്പാണ് വരുന്നത്. ഇത് ഒരു പോർഷന് വരുന്നതാണ്. അതേ ബ്രൈഡിന് വേണ്ടിയിട്ട് തന്നെ ഇതാ ഇങ്ങനെ ഒരു വർക്കും കണ്ടില്ലേ, ഈ ഒരു വർക്കുമാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡൈ ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് നമുക്ക് ഒന്ന് കാണാം. ഇത് നോക്ക്, ഇതാ നമ്മൾ ആദ്യം കണ്ട ഇതിനോട് കമ്പയർ ചെയ്ത് നോക്കണം. വാ, ഇതാണ് സെയിം ടു സെയിം മെറ്റീരിയൽ. അവർ പറഞ്ഞിട്ടുള്ള കളറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, വിസ്കോസ് നാച്ചുറൽ. ഇത് ഡൈ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്നുകൂടെ എന്താ പറയുക എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇത് നോക്കൂ, ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന കണ്ടില്ലേ, ഒന്നുകൂടി ഡൈ ചെയ്തപ്പോൾ ഒന്നുകൂടെ എഫക്റ്റ് ചെയ്ത് ആ ഒരു കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഭംഗിയുണ്ട് സാധനം കാണാൻ. അതേപോലെ തന്നെ ഇതതിൻ്റെ ഷോളിൻ്റെ ഒരു പാർട്ടാണ്. ഇത് നേരെ താഴെയുള്ള വർക്കില്ലേ, ഈ ഒരു വർക്കുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. കണ്ടോ, ഇതാണ് അതെ, ഇതിൻ്റെ ഭംഗി അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പക്ക ഔട്ട്ഫിറ്റ് ഞങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.